പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. കൊങ്കൺ റെയിൽവേ പാത വഴിയുള്ള ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം. കേരളത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ 38 ട്രെയിനുകളുടെ സമയങ്ങളിലാണ് മാറ്റം വരിക. പുതിയ സമയക്രമം ഒക്ടോബർ 21 മുതൽ പ്രാബല്യത്തിൽ വരും. ആന്ധ്രാപ്രദേശിൽ വൻ നിക്ഷേപവുമായി ലുലു ഗ്രൂപ്പ്. ലുലുവിന്റെ പുതുക്കിയ ലീസ് നിബന്ധനകൾ അംഗീകരിച്ച് ആന്ധ്ര സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 1222 കോടി രൂപയുടെ ഷോപ്പിംഗ് മാളാണ് യാഥാർത്ഥ്യമാകുന്നത്. H1B വിസ ഫീസ് നിയമക്കുരുക്കിലേക്ക്. ട്രംപ് സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി US ചേംബർ ഓഫ് കൊമേഴ്സ്. നിലവിലുള്ള ഇമിഗ്രേഷൻ നിയമത്തിന്റെ ലംഘനമാണ് H1B വിസ നയത്തിലെ മാറ്റമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിൽ. ഗ്രാമിന് 305 രൂപയും പവന് 2440 രൂപയുമാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 12170 രൂപയും പവന് 97,360 രൂപയുമായി.